ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത് കണ്ടോ, എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു മൊമെന്റ് ആണ്. ആ ഒരു സിനിമ 60 ദിവസം പിന്നിട്ടപ്പോൾ നടത്തിയ ഒരു സെലിബ്രേഷൻ ക്രൗൺ പ്ലാസയിൽ വെച്ചായിരുന്നു നടത്തിയിരുന്നത്. ആ സെലിബ്രേഷനിൽ എനിക്ക് കിട്ടിയ ഒരു മൊമെന്റോയാണിത്. ഇത് ആദ്യമായിട്ട് എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയതാണ്. ഒരു മൊമെന്റോസുകൾ വേറെ ഉണ്ടെങ്കിലും സിനിമയിൽ നിന്ന് കിട്ടിയ ആദ്യ മൊമെന്റോ ഇതാണ്. ഇന്നും ഇതെന്റെ പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ, ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ജിത സുജിത്ത്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയായ മധുരം ജീവാമൃത ബിന്ദു അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളുമായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. എന്നാൽ ഇതെൻ്റെ 11ാമത്തെ സിനിമയാണ്, പ്രിൻസ് ആൻഡ് ഫാമിലി. അതിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു എന്ന് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപേട്ടൻ്റെ ഒരു 150ാമത്തെ ചിത്രമായിരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് നടന്നിരുന്നത്. ഞാൻ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് വന്നതെന്ന് ആദ്യം നിങ്ങളുമായിട്ട് പറയാം. ഇതിൻ്റെ കാസ്റ്റിംഗ് കോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കണ്ടു. മുളന്തുരുത്തി അടുത്ത്, ചോറ്റനിക്കര അടുത്തൊക്കെ ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് അപ്ലൈ ചെയ്യാണ്. അവർ പറഞ്ഞിരുന്നതനുസരിച്ച് 2 ഫോട്ടോസും ഇൻട്രൊഡക്ഷൻ വീഡിയോയും മാത്രമായിരുന്നു അവർ ചോദിച്ചിരുന്നത്. അത് അയച്ചു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു റിപ്ലൈയും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വീണ്ടും അതിലേക്ക് അയച്ച് ഇന്ന് രാവിലെ അയച്ചെങ്കിൽ വൈകിട്ട് എനിക്ക് അതിന് റിപ്ലൈ കിട്ടുകയാണ്. ഒരു ഓഡീഷനുണ്ട്, ഇന്ന ദിവസം ഒരു 10-11 മണിക്ക് ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ ഞാൻ അതിനനുസരിച്ച് ഞാനും എൻ്റെ മോനും കൂടെ പോയി. അധികം ആൾക്കാരും തന്നെ ഇല്ല, 3-4 പേരേ ഉള്ളൂ. ഓരോരുത്തർക്കും ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നത്. കാസ്റ്റിംഗ് ഡയറക്ടറും ആക്ടറുമായ ബിനോയ് നമ്പാലയായിരുന്നു അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഞാൻ ചെയ്ത് കാണിച്ചു. ചെയ്തിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്കത് എത്ര സിനിമ ചെയ്താലും അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാലും നമുക്ക് ആ സമയത്ത് ഒരു ടെൻഷൻ എവിടെ നിന്നറിയില്ല. ആ സമയത്ത് നമുക്ക് ടെൻഷൻ ആവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, പറഞ്ഞത് ഒന്ന് ചെയ്ത് കാണിച്ചാൽ മതി, ടെൻഷൻ ആവേണ്ട, റിലാക്സ് ആയിട്ട് പതുക്കെ ചെയ്താൽ മതി, ധൃതി പിടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് വേറെ സിനിമ വിശേഷങ്ങളും ചെയ്തതിനെക്കുറിച്ചും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഒരാഴ്ചയായിട്ട് നമുക്ക് വിവരങ്ങളൊന്നും കിട്ടിയില്ല. ഒരു മറുപടിയും ഒരു റിപ്ലൈ തന്നെ ഉണ്ടായിരുന്നില്ല. 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹസ്ബൻഡിനെ കൊണ്ടൊന്ന് വിളിച്ച് ചോദിപ്പിച്ചു. അന്നേരം പറഞ്ഞു അറിയിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. എപ്പോൾ വിളിച്ചാലും ബിനോയ് ഫോൺ എടുക്കും, അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾക്കൊരു റിപ്ലൈ തരും. 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് പറഞ്ഞു സെലക്റ്റഡ് ആണ്, അറിയിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് വെച്ചതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഒരു ചെറിയൊരു ഓഡീഷനും കൂടെ ഉണ്ട്, ഒന്നും കൂടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഹസ്ബൻഡും പിള്ളേരും കൂടെയാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു അത്യാവശ്യം കുറച്ച് സ്ത്രീജനങ്ങളും ഒക്കെ ഉണ്ട്. ഡയറക്ടർ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഞാൻ ചെയ്ത് കാണിച്ചത്, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ സിനിമയിൽ ഉണ്ടായിരുന്ന കുറച്ച് സീൻസ് തന്നു, അതുപോലെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചേച്ചി ഇന്ന മെയിൻ ആക്ടറിൻ്റെ കൂടെയാണ് കേട്ടോ ചെയ്യേണ്ടത്, അതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് വിട്ടു. ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട് 2 ദിവസത്തേക്ക്. ഓഡീഷൻ വഴി സെലക്ട് ചെയ്ത് ഒരുപാട് പുതുമുഖങ്ങൾ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു അത്. ബിനോയ് നമ്പാല തന്നെയായിരുന്നു അത് ലീഡ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ആ ഒരു ദിവസത്തെ വർക്ക്ഷോപ്പ് നല്ല രീതിയിൽ അവസാനിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെ ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് ഡേറ്റ് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. 2 ദിവസത്തെ ഷൂട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ചോറ്റാനിക്കരയിൽ ഒരു വീട്ടിലായിരുന്നു. മെയിൻ ആക്ടറുടെ കൂടെ ആയിരുന്നെന്ന് മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ. ആ ഡയലോഗ്സും നമുക്ക് ചെയ്യേണ്ടതും നമുക്ക് ഇങ്ങനെ അയച്ചു തന്നിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു ഞാൻ പോയത്. കാരണം ആ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ ഇത്തരം ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണമല്ലോ, അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ടെൻഷൻ ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. അവിടെ ചെന്ന് ഒരുപാട് ആൾക്കാർ, നേരത്തെ സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് സഹപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടൊക്കെ സംസാരിച്ചു, ഡയറക്ടറെ കണ്ട് സംസാരിച്ചു. ചോറ്റാനിക്കരയിലായതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ദൂരം. അതുകൊണ്ട് തന്നെ എളുപ്പമായി. രാവിലെ ഇവിടുന്ന് പോകാൻ പറ്റി, സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. നൈറ്റി ആയിരുന്നു വേഷം. ഫസ്റ്റ് ഡേ ഷൂട്ട് തുടങ്ങുകയാണ്. അങ്ങനെ നൈറ്റി ഒക്കെ ഇട്ട് റെഡിയായി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ദിലീപേട്ടൻ വരുന്നു, ജോണി ആൻ്റണി സാർ വരുന്നു. അപ്പോഴാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം വളരെ കാര്യമായിട്ട് നമ്മളുടെ കൂടെ നിന്ന് സംസാരിച്ചു. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അടുത്തുനിന്ന് ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിയായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആക്ടർ വലിയ ആൾക്കാരുടെ കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ.
അതൊക്കെ എത്രയാണെന്നറിയാമോ? തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ബിന്ദു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. എന്നോട് ചോദിച്ചു ദിലീപേട്ടനോടും ജോൺചേട്ടനോടും ഒക്കെ പറഞ്ഞു അവരുടെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചോ എന്ന് ചോദിച്ചു. ഓൾറെഡി തന്നെ അവരോട് സംസാരിച്ചിരുന്നപ്പോൾ തന്നെ ഞാൻ ദിലീപേട്ടനോടും ജോൺചേട്ടനോടും ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ന്യൂ ഫേസ് ആണ്, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷൂട്ട് തുടങ്ങിയത്. എന്തായാലും ആ ഒരു സപ്പോർട്ട് ആ സീൻ ഷൂട്ട് തീരുന്നിടം വരെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഫസ്റ്റ് ഷോട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്ന് ചോറെടുത്ത് വെച്ചിട്ട് കുട്ടികൾക്ക് പറഞ്ഞു വിടുകയാണ്, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ആ സമയത്ത് ചോറെടുക്കുന്ന അവർ പറഞ്ഞു ചേച്ചി ഇന്ന പോലെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, നമ്മളുടെ മക്കളെ നോക്കി അവർക്ക് വേണ്ടിയിട്ട് ടിഫിനും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നത് കൊണ്ട് അത് ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്താൽ മാത്രമേ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കപ്പെടുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഡയലോഗ്സിൽ എന്തെങ്കിലും പ്രത്യേകതകൾ വേണം നമ്മൾ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ. ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ മൂവിയിൽ ആ 2 ചേച്ചിമാർ ചെയ്തിരുന്നത് അവരുടെ ഡയലോഗ്സിലൂടെയാണ് നമ്മൾ അവരെ പെട്ടെന്ന് റിയലൈസ് ചെയ്തത്. അവരെ പിന്നെ എപ്പോൾ കണ്ടാലും ആ ഒരു ഡയലോഗ് നമ്മളുടെ മനസ്സിൽ വരും. അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും ക്ലിക്കാവുന്ന, ജനങ്ങൾക്കിടയിലേക്ക് പെട്ടെന്ന് ക്ലിക്കാവുന്ന ഏതെങ്കിലും ഒരു ഡയലോഗ് കിട്ടുകയോ അല്ലെങ്കിൽ അതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചെറിയ സീനാണെങ്കിലും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മൾക്ക് കിട്ടിയെങ്കിൽ മാത്രമാണ് നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് അറിയപ്പെടുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ദിലീപേട്ടൻ്റെ ഒപ്പം തന്നെ കുറേ സീൻസിൽ വന്നിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമാണ് തിരിച്ചറിയൂ. ഇപ്പോഴും നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമാണ് ഞാനാണ് ആ ക്യാരക്ടർ ചെയ്തിരുന്നതെന്ന് പറയുമ്പോഴാണ് അവർ ഓർത്തെടുത്ത് മനസ്സിലാക്കുന്നത്. അതുപോലെ ഒന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റിയ ക്യാരക്ടർ ഇതുവരെ നമുക്ക് കിട്ടിയില്ല, ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനിടയ്ക്ക് ദിലീപേട്ടൻ്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ഞാൻ ഇന്നത് പറയുമ്പോൾ ഇന്നതുപോലത്തെ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ നിൽക്കണം എന്നുള്ള കുറേ നിർദ്ദേശങ്ങൾ അദ്ദേഹം തന്നു. അതൊക്കെ നല്ലൊരു അതോ ഒരു തരത്തിലും ഒരു ജാടയും കാണിക്കാതെ നമ്മളുടെ പുതിയ ആൾക്കാരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അദ്ദേഹമൊക്കെ എത്ര വലിയ ആക്ടേഴ്സ്, എത്ര നല്ല സീനിയേഴ്സിൻ്റെ കൂടെയൊക്കെ ആക്ട് ചെയ്തേക്കുന്നവരെ, പക്ഷേ അത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അന്ന് പെരുമാറിയതും നമ്മളോട് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നതും. അതെന്തായാലും ഭംഗിയായിട്ട് തീർന്നു. ആരെക്കൊണ്ടും മോശം പറയിപ്പിക്കേണ്ട ഒരിടം എനിക്ക് വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട്, അപ്പം ഞാൻ നൈറ്റി ആയിരുന്നുകൊണ്ട് എനിക്ക് കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുത്തത് ചോദിക്കാണ്ട് നിൽക്കണം. അപ്പം അത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ചു ജിതിക്ക് ഫോട്ടോ എടുക്കണ്ടേന്ന് ചോദിച്ചു. ഫോട്ടോ എടുക്കണം, ഞാൻ കോസ്റ്റ്യൂമിലായതുകൊണ്ടാണ്. അതൊന്നും ഒരു വിഷയമില്ല, വാ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു നിർത്തി ഫോട്ടോ എടുത്തു. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ സിനിമ തന്നത്. അങ്ങനെ ആ ഒരു ദിവസത്തെ ഷൂട്ട് ചോറ്റാനിക്കരയിൽ കഴിഞ്ഞു. പിന്നെ ഒരു ദിവസത്തെ ഷൂട്ടും കൂടെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലാണ്, അയ്യോ എന്താ വിളിക്കാത്തേ, ഇനി അത് കട്ട് ചെയ്ത് കളഞ്ഞോ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. സിനിമയുടെ കാര്യങ്ങൾ നമുക്ക് സിനിമ റിലീസായെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനകത്ത് ഉണ്ടോയെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞിരുന്ന ഡേറ്റ് കഴിഞ്ഞു, വിളിക്കാതെ വന്നപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ പിന്നെ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, ഓരോരുത്തരെ മെസ്സേജ് ഇടാൻ തുടങ്ങി. അപ്പോൾ അവർക്കൊക്കെ ഷൂട്ട് നടക്കണ്ടോ, അയ്യോ കഷ്ടമായി, എൻ്റെ റോൾ അത്രേ ഉള്ളൂ, ഇനി ഇതും കട്ടാവുമെന്ന് അറിയില്ല എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. ഒരു ദിവസം വിളിക്കുകയാണ്, ഇന്ന ദിവസം വൈക്കത്താണ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്, അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലായിരുന്നു ഷൂട്ട് നടന്നിരുന്നത്, ചെമ്പ് ടോളിൽ. അങ്ങനെ അവിടെ ചെന്നു. അതിൻ്റെ അവിടുത്തെ ഷൂട്ടൊക്കെ നടക്കുകയാണ്. ബില്ലടയ്ക്കാനായിട്ട് ഹസ്ബൻഡായ ജോൺ ചേട്ടൻ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഞാൻ നടന്നു പോകുന്നതും ഒരു സോങ്ങിനിടയ്ക്ക് വരുന്ന ചെറിയ സീൻസും കൂടെ എടുക്കാനുണ്ടായിരുന്നു. കുറേ സീൻസ് കട്ടായി. പക്ഷെ എന്നാൽ പോലും ആ ഒരു സിനിമയിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസോടുകൂടെ നല്ല വലിയ ആൾക്കാരുടെ കൂടെ ആക്ട് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ്. ആക്ട് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതാണ്. ഡബിങ്ങിനായിട്ട് എന്നെ വിളിച്ചു. ഡബിങ്ങും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റി. ഷൂട്ടെല്ലാം ഈ സിനിമയുടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് വരണം എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷേ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. ആ സമയത്ത് ഞാൻ മൂകാംബികയിലായിരുന്നു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മിസ്സായി. കാരണം നമ്മളൊന്നും കൂടെ അവരെയൊക്കെ പരിചയപ്പെടുകയാണല്ലോ. അന്നത്തെ ഷൂട്ടിൻ്റെ സമയത്ത് പരിചയപ്പെട്ടെങ്കിലും ഇങ്ങനെയുള്ള സമയങ്ങളിൽ പരിചയപ്പെടുമ്പോൾ നമുക്കൊന്നും കൂടെ നമ്മളെ ഓർത്തിരിക്കാനും നമുക്കൊരു ചാൻസ് ചോദിക്കാനൊക്കെ സാധിക്കും. പക്ഷേ എനിക്കെന്തോ അതിനകത്ത് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീട് എന്നത് റിലീസ് ഡേറ്റ് ആയിരുന്നു. വിളിച്ചു പറഞ്ഞു ഇന്ന ദിവസം ഇന്ന തിയേറ്ററിലാണ് വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ നമ്മൾ പോയി സിനിമ കണ്ടു. അതായത് നമ്മളറിയാവുന്ന ആൾക്കാരെ നമ്മളെ തിരിച്ചറിയും. അങ്ങനെ എന്തായാലും നല്ലപോലെ തന്നെ ക്ലോസ് വന്നിട്ടുണ്ട്. എൻ്റെ കുറേ ചെറിയ സീൻസൊക്കെ കട്ടായി എന്നല്ലാണ്ട് ചെയ്തിരുന്നതൊക്കെ അത്യാവശ്യം വന്നു. സന്തോഷമായി സത്യം പറഞ്ഞാൽ. ആ സിനിമയിലൂടെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി, പുതിയ പരിചയക്കാരെ കിട്ടി. അതുപോലെ തന്നെ ഈ സിനിമയിൽ പുതുമുഖങ്ങളായിരുന്നു കൂടുതലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആരെയും നിരാശപ്പെടുത്താത്ത രീതിയിൽ എല്ലാവരും തന്നെ ആ സിനിമയിൽ ചെറുതായിട്ടാണെങ്കിൽ പോലും മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ റിവ്യൂ എന്ന് പറയുന്നത് ഒരുപാട് നല്ലതായിരുന്നു. ഒത്തിരി ആൾക്കാർ എന്നെ പരിചയം ഉണ്ടായിരുന്ന, എൻ്റെ കൂടെ പഠിച്ചിരുന്ന, 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന, +2 പഠിച്ചിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചു. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു. നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാവരും പറഞ്ഞു, ആ ഉള്ള സീൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു അപ്രീസിയേഷനൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഞങ്ങളുടെ അസോസിയേഷനിൽ നിന്ന് മൊമെൻ്റ് കിട്ടി, എന്നെ ആദരവ് സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ ആ ഒരു സിനിമ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നു. മനസ്സിന് സന്തോഷം തരുന്ന നല്ല ഹാപ്പി മൊമെൻറ്റ്സ് നൽകിയ ഷൂട്ടിങ്ങും
ആ സിനിമ നൽകിയ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. ആളുകളുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് വെറുതെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യില്ലല്ലോ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്തെങ്കിലല്ലേ അപ്രീസിയേഷൻ കിട്ടുള്ളൂ. മൂവിയിൽ നിന്ന് കിട്ടി, അതിന് ഞാൻ നന്ദി പറയുന്നു. ഒന്നും അറിയാതിരുന്ന ഞാൻ ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ അഭിനയിച്ചു, അതൊക്കെ തന്നെ വലിയ കാര്യം. അങ്ങനെ സിനിമ സക്സസ് ആയി എന്നുള്ളു. അതിനുശേഷം അതിൻ്റെ സെലിബ്രേഷൻ കുണ്ടന്നൂർ വെച്ച് നടന്നു. അതിന് വിളിച്ചിരുന്നു, അതിനും പോയി. അങ്ങനെ കിട്ടിയതായിരുന്നു എനിക്ക് എൻ്റെ ഈ മൊമെൻറ്റ്. അതൊക്കെ ഭയങ്കര ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അന്ന് മഞ്ജു ചേച്ചി, എനിക്ക് മഞ്ജു ചേച്ചിയായിട്ടൊന്നും ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. മഞ്ജു ചേച്ചിയെ പരിചയപ്പെട്ടു. വിൻസി അലോഷ്യസ് ആയിരുന്നു എനിക്ക് ആ മൊമെൻ്റ് തന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവരെയൊക്കെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു, എല്ലാവരോടും സംസാരിക്കാൻ സാധിച്ചു. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഞാൻ ഫോട്ടോയൊന്നും എടുക്കാൻ നിന്നില്ല. എൻ്റെ മനസ്സെന്താണെന്നറിയോ, ചില നമുക്ക് അവർക്ക് എന്താ തോന്നുന്നത്, അല്ലെങ്കിൽ അതൊരു മോശമല്ല അങ്ങനെയൊക്കെ പോയി എപ്പോഴും വെറുതെ ശല്യം ചെയ്ത് ഫോട്ടോ എടുക്കണേ, അങ്ങനെ ഒരു ചിന്താഗതി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാവരോടും ഫോട്ടോ എടുത്തോട്ടെ അങ്ങനെ ചോദിച്ച് നടന്നേയില്ല. അതിനൊക്കെ നമുക്ക് സമയം ദൈവം തരും. ഒന്നിച്ച് ഫോട്ടോ എടുക്കാനും ഒന്നിച്ച് സിനിമ ചെയ്യാനുമുള്ളൊരു ദിവസം നമുക്ക് തരും. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ വിശേഷങ്ങൾ. അതിൻ്റെ ഡയറക്ടർ ബിൻഡോയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ടി വിയിൽ വരുമ്പോൾ കാണണം കേട്ടോ. അതിൽ എന്നെ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇതൊന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.